ചെയ്യാൻ പോകുന്നില്ല. ഫോട്ടോ എടുത്തിട്ട് പോകുമോ? ചോദ്യം ചോദിക്കുവോ? അന്ന് ഫോട്ടോ എടുത്തിട്ട് ക്യാമറ കേട്ടേ, ആര് ക്യാമറ തരുന്നത്? വാക്ക് പാലിച്ചു കേട്ടാ, എന്റെ വാക്ക് ഞാൻ പാലിച്ചു. ശരി, ഓക്കെ. കണ്ണു കുറച്ച് താത്ത ഹൈക്കമാൻഡിൽ കൊടുത്ത വാക്കാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്ന പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ആ നിലയിലുള്ള തന്നെ സ്ഥാനാർത്ഥി ആകുമെന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. അതാണോ നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് ഉൾപ്പെടെ ഒരിക്കലും നിന്നെ ജിയോമോഹനൻ സ്ഥാനാർത്ഥിയാകുന്നതിന് ഒരു തരത്തിലും തടസ്സമില്ല. അതിനെന്തായാലും അത്തരം കാര്യങ്ങൾക്ക് ഞാനും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് അദ്ദേഹം എല്ലാ കാലത്തും പറഞ്ഞു. തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞതല്ല, അത് നേതൃത്വത്തെ ബന്ധപ്പെട്ടാണ്. പക്ഷെ നമ്മൾ തമ്മിൽ നിങ്ങളെ പലരും പറഞ്ഞു ഒരു അതുമല്ല, എന്നും എനിക്ക് ഒരു ഏറ്റവും നല്ല നിർദ്ദേശവും ഉപദേശവും ഒക്കെ തരുന്ന ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഇനിയും തുടരും. അങ്ങനെയൊക്കെ എന്തോ ആക്കാണ് ജയിച്ചു വരാം. ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ച സ്വാഭാവികമാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പോഴും പറഞ്ഞ കുറെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യേണ്ട വിഷയമില്ല. നേതൃത്വപരമായ അദ്ദേഹത്തിന്റെ എല്ലാ കഴിവും ഈ തെരഞ്ഞെടുപ്പ് സാധനം എല്ലാം പൂർണ്ണമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി അദ്ദേഹം വിനിയോഗിക്കും. ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു ടീമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചില ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തോടൊപ്പം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരും ചേർന്ന് നിൽക്കുക എന്നതാണ് തീരുമാനം. പല സ്ഥലത്തും വെടിയും പുകയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതൊക്കെ കെട്ടടങ്ങിയിട്ടില്ല. അത് കണ്ണൂരിന്റെ കാര്യത്തിലും മറ്റു പല സ്ഥലത്തും. അപ്പൊ ഏതായാലും ഐക്യത്തോടെ മുന്നോട്ട് പോകും. അതൊരു സന്ദേശമാണ്. കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരും. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എല്ലാവർക്കും